ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മൾ ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കാശ്മീരിലേക്ക് സൈക്കിൾ ചവിട്ടി പോവാണ്. ഒരു വിൻ്റർ എക്സ്പെഡീഷൻ, ഒരു ബൈക്ക് പാക്കിംഗ് ട്രിപ്പ് അക്രോസ് ഇന്ത്യ. കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്തിൽ നിന്ന് സൗത്തിൽ നിന്നും അങ്ങ് അറ്റത്തേക്ക് നോർത്തിലോട്ട് കേട്ടോ. അതിൻ്റെ പ്രിപ്പറേഷനായിട്ട് നമ്മൾ വീണ്ടും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എന്തോരം സാധനങ്ങൾ വാങ്ങിയിട്ടും അതങ്ങോട്ട് മതിയാകുന്നില്ല കേട്ടോ. കാരണം ഓരോരോ വീഡിയോസും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ വീണ്ടും ഇന്ന സ്ഥലത്ത് ഇന്നത് ആവശ്യം വരും, ഇന്ന ജാക്കറ്റ് വേണ്ടി വരും ഇന്ന സ്ഥലങ്ങളിൽ. കാരണം ഞാൻ ഒരു 11 മണിയൊക്കെ രാത്രി 11 മണിയൊക്കെ ആകുമ്പോൾ ജമ്മു ആ ഭാഗത്തൊക്കെ ഒന്നൊക്കെയാണ് കേട്ടോ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുക ഞാനിപ്പോൾ ഫെബ്രുവരി ഒക്കെ ആ ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മളവിടെ എത്തുക. അപ്പോൾ ആ സമയത്ത് എങ്ങനെയായിരിക്കും ഞാൻ മാനേജ് ചെയ്യുക, എന്തൊക്കെ ഡ്രസ്സുകളായിരിക്കും ഉപയോഗിക്കേണ്ടി വരിക, അങ്ങനത്തെ ഓരോ കൺസേണുകളായിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൺബോക്സിങ് ചെയ്യണേക്കാട്ടും മുന്നേ നമ്മുടെ ബൈക്ക്, നമ്മുടെ ടോഡിൻ്റെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. അത് വരുന്ന വീഡിയോസിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. കാരണം ഇതൊരു ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു MTB ആണ് കേട്ടോ. ഒരു എൻട്രി ലെവൽ ബൈക്കാണ്. എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇപ്പോൾ 4 ലക്ഷത്തിൻ്റെയും 5 ലക്ഷത്തിൻ്റെയും നമ്മുടെ സൈക്കിളുകൾ ഞാൻ കാട്ടുന്ന ബൈക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ടൂറിങ് ബൈക്ക്, ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ടൂറിങ്ങിന് ഏറ്റവും ടോപ്പ് എൻഡ് ബൈക്ക് കാട്ടി വാൻ നിക്കോളാസിൻ്റെ 4-5 ലക്ഷം രൂപയാണ് അതിന് വില വരണത്. അല്ലെങ്കിൽ ഒരു ഗ്രാവൽ ബൈക്ക് എനിക്ക് തോന്നുന്നില്ല എനിക്ക് സ്യൂട്ട് ആവുന്നു കേട്ടോ. ഗ്രാവൽ ഡ്രോപ്പ് ബാറൊക്കെ വരുന്നത് ബെർഗാമോണ്ടിൻ്റെ ഗ്രാൻഡ് റൺസിലൊക്കെ ഇവിടുന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, കേരളത്തിൽ നിന്ന് സിംഗപ്പൂരൊക്കെ പോയ 1-2 വ്യക്തികളെ എനിക്കറിയാം. അപ്പോൾ എനിക്കത് സ്യൂട്ട് ആവുമെന്ന് തോന്നുന്നില്ല. ഞാൻ അത്രയും യൂസ്ഡ് ആയിട്ടില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഗ്രാൻഡ് റൺസ് ഒരു ബൈക്ക് അഫോർഡ് ചെയ്യുക, 1 ലക്ഷത്തിന് അടുത്ത് വരുന്നുണ്ട് ഗ്രാൻഡ് റൺസ്. അങ്ങനത്തെ ഒരു ബൈക്ക് അഫോർഡ് ചെയ്യാനൊന്നും നമ്മളെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് പറ്റില്ല. ഇപ്പോൾ നമുക്ക് യാത്ര നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാമെന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നടന്നായാലും പല രീതിയിലും യാത്ര ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന ഒരു സൈക്ലിംഗ് വ്ളോഗർ എന്നൊരു ടാഗ് ലൈനിലാണ് നമ്മൾ അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കിൾ നല്ല രീതിയിൽ പ്രൊഫഷണലി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബഡ്ജറ്റായിട്ട് നമ്മളെ കൊണ്ട് ഉള്ളോണ്ട് ഓണം പോലെ, അതാണ് കൃത്യമായിട്ടുള്ള വാക്ക് കേട്ടോ. ഉള്ളോണ്ട് ഓണം പോലെ എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ഒരു 16,899 രൂപയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പാർട്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ടോഡ് ഇറക്കുന്നുണ്ടായിരുന്നു. ടോഡ് ഡയറക്റ്റ് ഫ്രം ഫ്രാൻസിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് വരുത്തിയതാണ് ടോഡിൻ്റെ വണ്ടി. നിങ്ങൾക്ക് ഇവിടെയും അവൈലബിൾ ആണ് കേട്ടോ. ടോഡിൻ്റെ കഴിഞ്ഞ 3 വർഷമായിട്ട് അറിയാം. TD 850 ആണ് ഇവരുടെ മോഡൽ. ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. ഹൈബ്രിഡ് ഉണ്ട്, MTB ഉണ്ട്, റോഡ് ഉണ്ട്, അങ്ങനെ പല ബൈക്കുകളുണ്ട്. നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോത്തിൻ്റെ ലിസ്റ്റ് ഞാൻ അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്പർ താഴെ കൊടുക്കാം. അപ്പോൾ ആ ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. മോഡിഫിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ തയ്യാറായിട്ട് ഇവിടുത്തെ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ മാരൻ MTB ഉണ്ടല്ലോ, മാരൻ MTBന്ന് ഇതിലേക്ക് സാധനങ്ങൾ മാറ്റിയിട്ടില്ല, മാറ്റാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് ഇത് വയ്ക്കണം. അതിനെക്കാട്ടും മുന്നേ നമുക്ക് വേറൊരു കാര്യം റെഡിയാക്കാനുണ്ട്. സൈക്കിൾ മാത്രം റെഡിയാക്കിയാൽ പോരാ കേട്ടോ. അതിന് മുന്നോടിയായിട്ട് ടെൻറ്റ് താമസം ഒരുക്കണമല്ലോ. നമുക്ക് നമ്മുടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ സ്റ്റേ ചെയ്യുമ്പോൾ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമായിട്ടുണ്ട്. അതിൻ്റെ അൺബോക്സിങ് ആണ് ഇന്ന് ശരിക്കും വരുന്നത് കേട്ടോ. നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ആദ്യം കോമ്പാക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ടൂത്ത് ബ്രഷ് കേട്ടോ. ഞാനിങ്ങനെ ആമസോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും ക്യാമ്പിങ്ങിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്നൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ടൂത്ത് ബ്രഷ് കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഇത് ആക്ച്വലി നമുക്ക് മടക്കിയിട്ട് ഇത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഞാൻ 1-2 പേരിൽ കണ്ടിട്ടുണ്ട് ഈ സാധനം. നോക്കി ഒരു വിരലിൻ്റെ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ടൂത്ത് ബ്രഷാണ് പറയണത്. കോമ്പാക്റ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ. നിങ്ങൾക്ക് ഇത്രയ്ക്കേ ഉള്ളൂ. ഒരു ഇത് എൻ്റെ നൈഫിൻ്റെ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ടൂത്ത് ബ്രഷ്. അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ എമർജൻസി ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എമർജൻസി ബ്ലാങ്കറ്റ് ഇത് നമ്മൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വഴിയെ പറഞ്ഞു തരാം. ഇതിൻ്റെ ഉള്ളിൽ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് ഫസ്റ്റത്തെ അൺബോക്സിങ്. ചെറിയ സാധനങ്ങൾ കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാണ്. സെക്കൻഡ് 1,000 രൂപയോ 1,500 രൂപ അങ്ങനെയാണ് ഡെക്കാത്തലോണിൽ ഒരു മാറ്റിന് വരണത്. അപ്പോൾ ആ മാറ്റ് 1,500 രൂപയ്ക്ക് എനിക്ക് ആ മാറ്റ് ജസ്റ്റ് നിലത്ത് ഇടാനല്ല, അപ്പോൾ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം അത്ര മതി എന്ന് വിചാരിച്ചിട്ട് അതിൽ കുറേ കാശ് ചിലവാക്കണ്ട. ഞാൻ ഈ ട്രിപ്പിന്, ഈ ഒരു യാത്രയ്ക്ക്, കാശ്മീർ യാത്രയ്ക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഓൾ കേരള പോയിട്ടുണ്ടായിരുന്നു. ഓൾ കേരള ട്രിപ്പിന് ഏകദേശം 40,000 50,000
50,000 രൂപ അടുത്ത് ചിലവ് എന്തായാലും വന്നിട്ടുണ്ട്. 50,000 രൂപ 50 60 എത്ര ചിലവ് വന്നിട്ടുണ്ട്. കാരണം നമുക്ക് യൂട്യൂബിൽ വ്ളോഗ് ചെയ്യേണ്ടതാണ്, ക്യാമറയുടെ എക്യുപ്മെൻറ്റ്സ് മാറേണ്ടി വരും കംപ്ലൈൻറ്റ് വരുമ്പോൾ. അതുപോലെ തന്നെ നല്ല ഇപ്പോൾ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില സമയത്ത് വീഡിയോസൊക്കെ ഡൗൺ ആകുമ്പോൾ നമുക്ക് നല്ല സ്ഥലത്ത് സ്റ്റേ ചെയ്ത് അവിടുത്തെ കുറച്ച് ലക്ഷറി കാട്ടി കൊടുക്കേണ്ടി വരും. അങ്ങനെ പല പല ചിലവുകളും വരും. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു 1,500 രൂപയാണ് ചിലവ്. എനിക്കറിയാം നിങ്ങൾ എന്താ പറയണതെന്ന് എനിക്ക് മനസ്സിലാവും. 1,500 രൂപയാണ് ഒരു ദിവസത്തെ ചിലവ് ഞാൻ മാക്സിമം ഒതുക്കിയിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ തണവുണ്ടെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിംഗ് പരിപാടികൾ കുറച്ച് വീഡിയോ ലാഗായി കഴിഞ്ഞാൽ നമുക്ക് റൂം എടുക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമുക്ക് ടെൻറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റൂമിൻ്റെ ചിലവ്, അപ്പോൾ ഒരു ദിവസം 1,500 രൂപ ചിലവ് വരും. 2 മാസത്തെ ട്രിപ്പ്, ജനുവരി ഫെബ്രുവരിയാണ് ട്രിപ്പ് വരുന്നത്. ഫെബ്രുവരി ലാസ്റ്റോട് കൂടിയിട്ടാണ് കാശ്മീർ എത്താൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 1,500 രൂപ വെച്ച് ഒരു ദിവസം 2 മാസത്തേക്ക്, അതാണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ എത്ര രൂപയാണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്പോൺസറും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. അത് ഫുൾ തുക നമുക്ക് ഇതുവരെ സ്പോൺസറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് തന്നെയാണ് ചെയ്യണത്. നമ്മൾ യൂട്യൂബിലേക്ക് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യണത് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് ഈ സാധനം ചെറുതായിട്ടൊന്ന് അൺബോക്സ് ചെയ്യാം. എന്താ ചെറിയൊരു മാറ്റാണ് കേട്ടോ. ഈ ടെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ വിരിക്കുന്ന ഒരു മാറ്റ്. ഈ സാധനത്തിന് മൂർച്ച കുറവാട്ടോ. ഞാൻ ഇന്നലെ രാത്രി 2 ക്യാരറ്റ് അരിയാൻ നോക്കി പോണേക്കാട്ടും മുന്നേ ഈ സാധനം നമുക്കൊന്ന് മൂർച്ച കയറ്റണം കേട്ടോ. മൂർച്ച ഭയങ്കര കുറവാണ്. ആൾക്കാർ ഭംഗി കണ്ടിട്ട് വാങ്ങിക്കണതാ. സ്റ്റാൻലി ചതിച്ചു. ഇതിൻ്റെ ഷാർപ്പ്നെസ് ഉണ്ട്, അല്ല ആ കൂർത്ത മൊനയുണ്ട്, പക്ഷെ മൂർച്ച കുറവാണ്. സോ ഇതാണ് മാറ്റ് വരുന്നത് കേട്ടോ. ഈ മാറ്റ് 600 രൂപയാണ് എത്ര എങ്ങടാണ് ആയത്. അപ്പോൾ ഇതൊരു മാറ്റ് താഴെ വിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ചിലപ്പോൾ നമുക്ക് നല്ല സ്ഥലങ്ങൾ കിട്ടിയില്ല എന്ന് വിചാരിക്കും ടെൻറ്റിന്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു മാറ്റിൻ്റെ അത് അത്യാവശ്യമാണ് കേട്ടോ. ഇതാണ് മാറ്റ് എന്ന് പറയുമ്പോൾ ഒരു കിടലൻ സാധനം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാധനം. നിലത്ത് വിരിച്ചിട്ടാണ് ഇതൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ എല്ലാം ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുള്ളൂ കേട്ടോ. അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ചെയ്ത് കാട്ടിത്തരാം. റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾ കാശ്മീർ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് മാറ്റ് വരുന്നത്. അത്യാവശ്യത്തിന് കട്ടിയുണ്ട് സാധനം നിലത്ത് വിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം കേട്ടോ. മെയിൻ സാധനം ഗ്യാസ് സ്റ്റവ് ഗൈസ്. നമുക്ക് വെള്ളം ചൂടാക്കാനോ അല്ലെങ്കിൽ ഒരു കോഫി ഉണ്ടാക്കി കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഗ്യാസ് സ്റ്റവ്. അതാണ് ഇനി അൺബോക്സ് ചെയ്യണത്. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതാ എൻ്റെ പൊന്നെ, ബൂട്ടേൻ ഗ്യാസോ. ഇതൊക്കെ എങ്ങനെ ഒരു ഗ്യാസാണ് കേട്ടത്. ഓസോൺ ഫ്രണ്ട്ലി ഫ്ലെയിമബിൾ ഗ്യാസ്, പോർട്ടബിൾ ഗ്യാസ് കാർട്ടേജ്, 225 ഗ്രാം ഉണ്ട് കേട്ടോ. ഇതാണ് ഗ്യാസ്. മാനുഫാക്ചറിംഗ് ഗ്യാസസ്, എക്സ്പോഷർ കൺട്രോൾ, പ്രൊട്ടക്ഷൻ, ഹാൻഡ്ലിംഗ്, സേഫ്റ്റി, കീപ്പ് അവേ ഫ്രം ഇഗ്നിഷൻ, സ്റ്റോർ ദ ക്യാൻ ബിറ്റ്വീൻ 5 to 50 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇതാണ് ഇതിൻ്റെ ഇതും വരുന്നത്. ഗ്യാസ് ഇതെങ്ങനെ തുറക്കണ്ടേ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. സ്പ്രേ അല്ല കേട്ടോ, ഗ്യാസാണ്. ഇത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇതവിടെ തൽക്കാലം അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഗ്യാസ് സ്റ്റൗ ഉണ്ട് കേട്ടോ. ഗ്യാസ് സ്റ്റൗ ഉണ്ട്. പോർട്ടബിൾ കാർഡ് ടൈപ്പ് സ്റ്റൗ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതാ ഇവിടെ ക്യാമ്പിങ്ങിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാമ്പിങ്ങിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഓ നൈസ്, നോക്കിയേ, ചെറിയൊരു പാക്കറ്റ് കേട്ടോ. പോർട്ടബിൾ സ്റ്റൗ എന്ന് പറഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലും കാര്യങ്ങളൊക്കെ. നമുക്കത് നോക്കി നോക്കണം കേട്ടോ. എനിക്ക് വേറൊരു ഡൗട്ട് ഉള്ളത്, നിങ്ങൾക്ക് ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ ഈ ഗ്യാസ് എത്ര നേരം കത്തും എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഗ്യാസ് എത്ര നേരം കത്തുന്നു. 225 ഗ്രാം പോർട്ടബിൾ ഗ്യാസ് കാർട്രിഡ്ജ്. അപ്പോൾ ബൂട്ടേൻ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് ഇത് എത്ര നേരം കത്തും, അതെനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇതും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ. ചെറിയൊരു ബാഗിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ ഇത്രേ ഉള്ളൂ. ഇതാണ് ഗ്യാസ് വരുന്നത് കേട്ടോ. ഇതാ ഇത്രയേ ഉള്ളൂ ഗ്യാസ്. ഇഗ്നീഷ്യൻ കൊടുക്കാൻ ഇതിൽ തന്നെ ഇഗ്നീഷ്യൻ കൊടുക്കാനുള്ളതും ഉണ്ട് കേട്ടോ. നോക്കിയേ,
ഈ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ കാട്ടിത്തരാം. ഇതാണ് ഗ്യാസ് സ്റ്റൗ വരണത്. ഇവിടെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാസിൻ്റെ ആ ഒരു ഇതില്ലേ, ചെറിയ തീ വരണത്, അത് ഇവിടെ അമരും. ഇതിപ്പോൾ ഒന്നും കാണാനൊന്നുമില്ല. നമുക്ക് ഇനി ഇതൊന്ന് തുറന്ന് വയ്ക്കണം കേട്ടോ. ഓ, ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പ് വയ്ക്കുന്നുണ്ട് കേട്ടോ. നോക്കിയേ, ഇതിൻ്റെ അടിയിൽ സ്റ്റാൻഡ്, ഇങ്ങനത്തേക്ക് ഉണ്ട്. ഞാനതൊന്നും അറിഞ്ഞില്ല കേട്ടോ, ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതിപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചു. ഇതിൻ്റെ മേലെ വെക്കാന്ന് തോന്നുന്നു കേട്ടോ. ഇതും ഇതും തിരിക്കാം കേട്ടോ. നോക്കിയേ, ഒന്ന് അല്ല, എല്ലാം കുറച്ചീശെ തിരിക്കണമെന്ന് തോന്നണേ. ഇത് തിരിച്ചു, ഇത് തിരിച്ചു, ഇത് തിരിച്ചു, ഇത് തിരിച്ചു, ഇത് തിരിച്ചു, ഇത് തിരിച്ചു, അല്ലെങ്കിൽ അത് ലോക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഗ്യാസ് സ്റ്റൗ വരുന്നത് കേട്ടോ. എൻ്റെ മോനെ കിടിലനായി. നിങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കണമെന്ന് നോക്കണം. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കുള്ള സെറ്റപ്പ് വരാം. ഇങ്ങനെയാണ് ഗ്യാസിൻ്റെ ആ ഒരു മാതൃക കേട്ടോ. ഇനി ഇതൊന്നും ഇങ്ങനെ വെച്ചിട്ട് ഓൺ ചെയ്ത് നോക്കിയോട്ടെ ഗൈസ്. ക്ലിപ്പ് ചെയ്തിട്ട് ഗ്യാസ് ഓണായി കേട്ടോ. ഗ്യാസ് ഓണായിടാ, കണ്ണാ കണ്ടാ, തീ കണ്ടാ? എൻ്റെ മോനെ ഗ്യാസ് ഓണായി. ഭയങ്കര ഇതടാ, ഭയങ്കര പവർ. ചൂടാവണ്ടത്? അത് ചൂടില്ല, ഇത് ഗ്യാസാടാ, ഇത് സിലിണ്ടറാ, ഗ്യാസ് സിലിണ്ടറാ. അതറിയാത്ത, അതാണ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓൺ ചെയ്യട്ടെ? ദേ നിക്കട്ടാ. എൻ്റെ മോനെ സീനില്ലേ അല്ലേ, കൊള്ളാലേ. ഇതിപ്പോ ഓഫായി. ഇവിടെ തീ വരുന്നേ, ഓട്ടോമാറ്റിക്കലി തീ വരും. സെറ്റ് ആയില്ലേ? ഇത് പയ്യെ ഇത് ഇങ്ങനെ തിരിച്ചു. ഈ സാധനം സൗണ്ട് വന്നു, എന്നിട്ട് തീ വന്നു. ഗ്യാസ് ഓഫ് ചെയ്യണമെങ്കിൽ ഇത് കൂട്ടല്ലേ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇത് അമർത്തിയാലും തീ വരില്ല. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനിയൊന്നുമില്ല, പോടാ. ഇനിയൊന്നുമില്ല. ഇനി സാധനം ഉരി വെച്ചിട്ട് സാധനം ചെയ്യട്ടെ. ഇതാണ് ഗ്യാസ്. അപ്പോൾ ഗ്യാസ് സെറ്റായി. ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ക്യൂട്ടാണ്. പണിയെടുക്കണം മോനെ, പണി നല്ലോണം എടുക്കേണ്ടി വരും. ഇത് മടക്കി വയ്ക്കാൻ പറ്റുമോ? ഇത് മടക്കി വയ്ക്കാം. ഇവിടെ തൊട്ടേക്ക്. ചൂടുണ്ടാവും. ഈ സാധനം ഇത് മടക്കി, ഇനി ഈ സാധനം മടക്കി, അങ്ങനെ എല്ലാം മടക്കി ഇത് മടക്കി. മിസ്റ്റർ ബട്ട്ലേഴ്സ് കണ്ടിട്ടോ നീ? മിസ്റ്റർ ബട്ട്ലർ, ദിലീപ് ലിഫ്റ്റിൽ വെട്ടിട്ട് ഉണ്ടാക്കണ എവർഗ്രീൻ സാധനം. ഇനി ഇതിന്റെ താഴെയുണ്ട്, താഴത്തെ മടക്ക് മടങ്ങിയില്ലേ? അത് മടക്കി വയ്ക്ക്. എല്ലാം മടക്കിയില്ലേ? പൊളിച്ചില്ലേ? ഒരു ചെറിയ മന്താ. ഏത്? അത് ഊരാൻ പറ്റും, കാട്ടിത്തരാം. ഇത് ജസ്റ്റ് ക്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഊരിയെടുക്കാം. ഇതാണ് നമ്മുടെ കോമ്പാക്ട് സാധനം വരുന്നത്. ഇത് നന്നായില്ലേ? കിടിലൻ സാധനമായി. എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ക്ലിപ്പ് ചെയ്തിട്ട് കയറ്റി വെക്കുക. സാധനം ഇതാവും. സാധനം റെഡിയായി. ഇനി ഇത് ക്യാപ്പ് ഉണ്ട് ഇതിന്. ഈ സാധനം കണ്ട, ഇതിന്റെ ഉള്ളില് ചെറിയ ക്യാപ്പ് ഉണ്ട്. അത് ഞാൻ കാട്ടിത്തരാം. ക്യാപ്പ് ആ ഗ്യാസ് അല്ലെങ്കിൽ ഈ സാധനം ഇത് അമർന്നു കഴിഞ്ഞാലേ, ഇത് അമർത്തി കഴിഞ്ഞാൽ ഗ്യാസ് പോവും. അപ്പൊ അതിന് ഈ ഒരു ക്യാപ്പും ഉണ്ട്. ഇത് ഈ ക്യാപ്പ് നോക്കിയാൽ, ഈ ക്യാപ്പ് ഇവിടെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ക്യാപ്പും ഇത് അടഞ്ഞിരുന്നോളൂ കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ കാര്യം സാധനം സേഫായിട്ട് ഇരുന്നോളും. എവിടെ അടഞ്ഞിരുന്നു? അതെ കണ്ട. ഞാൻ അമർത്തണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് തെറിച്ചോളും. അപ്പോൾ ഇതവിടെ സേഫായിട്ട് ഇരുന്നോളൂ. സെറ്റായില്ലേ? ഇത് ഇതൊക്കെ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം. അതാണ് ഇത് വരണത്. സൂക്ഷിച്ച് കൊണ്ടുപോകണം. ബാഗിന്റെ ബാക്കിലത്തെ പാനിയർ ബാഗിൽ അങ്ങനെ ഇട്ടിട്ട് കൊണ്ടുപോകണം. അല്ല, ഇത് കവറുണ്ട്. ഈ കവറിലിടാം. ഗ്യാസ് ഇതിന്റെ ഈ കവറിലിടാൻ പറ്റും. ഗ്യാസോ? ഏത്? ഇത് ഇതിന്റെ ഉള്ളിൽ. അതങ്ങനെ തന്നെ ക്യാനായിട്ട് കൊണ്ടുപോകണതാ. അതെനിക്ക് തോന്നുന്നത് എത്ര എണ്ണം വേണ്ടി വരുന്ന എനിക്കറിയില്ല. എന്തായാലും 2-3 മണി വാങ്ങി വെക്കണം എന്ന് തോന്നുന്നുണ്ട്. 100 രൂപയുടെ വരണുള്ളൂ ഗ്യാസിന്. നമ്മുടെ വീട്ടിലത്തെ ഗ്യാസിന് 850 രൂപ. ഇത് ഒരു ക്യാനിന് 100 രൂപ. അല്ല, അങ്ങനെയല്ല, നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും ഇല്ല, ഡയറ്റ് ആള് തന്നിട്ടുണ്ട് എന്തൊക്കെ ഫുഡ് കഴിക്കണ്ടേന്ന്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ പനീർ പ്രോട്ടീൻ സോഴ്സ് കുറവാ. അപ്പൊ ചിക്കനും ബീഫും പുറത്തുനിന്ന് കഴിക്കണത് അത്ര സേഫ് ആയിരിക്കില്ല.
ചിക്കനും ബീഫ് ഉണ്ടാക്കല്ല, അതിന് പകരം പനീറും പനിനീരല്ല പനീറും ദാല് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ റിയൽ ലൈഫ് വെജിറ്റബിൾസ് നമ്മൾ വീഡിയോയിൽ വരും. ഇനി എല്ലാം കൂടി ഇപ്പോൾ തന്നെ സസ്പെൻസ് പൊളിക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇത്ര കാര്യങ്ങളോ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ട് എടുത്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളത്തെ വീഡിയോയിലായിരിക്കും ഇവിടെ മിക്കതും ഡേറ്റ് എന്നാന്ന് ഫിക്സ് ചെയ്യുക. കാരണം നാളെ കാലത്ത് പോയിട്ട് ആ വെന്യൂവിൽ പോയിട്ട് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് അവിടെ പോയിട്ട് പെർമിഷൻ ചോദിക്കണം. നിങ്ങളും എത്ര പേര് വരുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. വീഡിയോസ് ആകെ കൂടി ഒരു 10,000 പേരെ കൂടി പോയേ കാണുള്ളൂ. അപ്പോൾ 10,000 പേര് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു 10 ഫ്ലാഗ് ഓഫ് പോയി നാളെ പെർമിഷൻ ചോദിക്കണം. ഒന്നില്ലെങ്കിൽ തൃശ്ശൂരോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അടുത്തുള്ളടത്തും ചോദിക്കണം. ഗൈസ് അനിയൻ വേറെ ഇതൊക്കെ മീശയും താടിയൊക്കെ വന്നു കേട്ടോ. അത് ഇവിടെയൊക്കെ നോക്കി താടി മീശയൊക്കെ വന്നു. എൻ്റെ മോനെ മീശയും താടിയൊക്കെ വന്നു കേട്ടോ. വലിയ ആളായിപ്പോ. മുടി വെട്ടില്ല അല്ലേ? മുടി ഫ്രീക്കാണ്. എത്ര ആളായി വെട്ടിട്ട് ഓഗസ്റ്റാ കൊറേ അധികം നാളെ തന്നെ എവിടെ വരെ ഉണ്ട്? ഇടയ്ക്ക് ഇവൻ ഈ സൈഡ് മാത്രമേ വെട്ടുള്ളൂ അല്ലേ? ഈ സൈഡ് മാത്രമേ വെട്ടുള്ളൂ. ഇവിടെ തൊടില്ല, ഇവിടെ മാത്രമേ വെട്ടുള്ളൂ. പുതിയ ഫാഷൻ എന്താ പറയാ? അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്തിനാണ് നിങ്ങൾ ചോദിക്കണം ഇടയ്ക്കിടയ്ക്ക്? ഫാഷൻ സ്റ്റൈല് അതൊന്നല്ല ഇപ്പോഴത്തെ സാധനങ്ങൾ കേട്ടോ. എനിക്ക് അങ്ങനെ. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് വരും. നാളത്തെ വ്ളോഗിൽ മാക്സിമം നാളത്തെ വ്ളോഗിൽ തന്നെ പറയാട്ടോ ഡേറ്റും അതുപോലെ തന്നെ പോകേണ്ട കാര്യങ്ങളും. നാളെ നിനക്കൊരു എക്സാമിനേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഇംഗ്ലീഷ് അല്ല, ജയിക്കുമോ? ദൈവത്തിന് അറിയാം. സ്റ്റേ ട്യൂൺഡ്. നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.